ആനുകാലിക രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായി എൻ്റെ സുഹൃത്ത് ആരിസ് ബാബു പറഞ്ഞു. ഞാൻ വരുമോ ഇല്ലതൊക്കെ തലയിലെ വരെ ശരിയാകുമ്പോൾ അപ്പം പറയാം. ഇപ്പോഴത്തെ കാര്യം ഇത് നടക്കട്ടെ, ഇപ്പം തെരഞ്ഞെടുപ്പാണ്, മനസ്സിലായില്ലേ? എൻ്റെ വാപ്പ പറയട്ടെ, തലയിലെ വരെ ശരിയല്ല നടക്കും, തലയിലെ വരെ മോശമായി ഒക്കെ പോകും. അപ്പോൾ അതിന് കുഴപ്പമില്ല. പിന്നെ നിങ്ങളെ ആഗ്രഹങ്ങളല്ലേ, അതൊക്കെ നല്ലതാണ്. നിങ്ങൾക്കൊക്കെ അങ്ങനെ സന്തോഷം ഉണ്ടാണെങ്കിലും എനിക്ക് സന്തോഷമാണ്. ഏതായാലും നമ്മൾ ഐക്യ ജനാധിപത്യത്തിനുണ്ട്. ഇവിടെ കീവർവ് പഞ്ചായത്തിന് പറ്റാം. നമുക്ക് പ്രാദേശികം പറയാം, മറ്റു രാഷ്ട്രീയങ്ങളൊക്കെ പറയാം. രാഷ്ട്രീയം ഇപ്പം നമുക്ക് പറയാൻ അറിയായിട്ടൊന്നല്ലോ. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാരോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ കഴിഞ്ഞ 10 കൊല്ലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളെ പാർട്ടി ബ്രാഞ്ചും ലോക്കലും ഏരിയയും ജില്ലയും ഒക്കെ തീരുമാനിച്ചുള്ള കാര്യങ്ങളാണ് വരിക എന്ന് പറഞ്ഞത്. 10 കൊല്ലം കൊണ്ട് കീവർവ് പഞ്ചായത്തിന് നിങ്ങളുടേതായ പാർട്ടിയുടെ എന്തെങ്കിലും ഒരു സംഭാവന ഇവിടെ എവിടെയെങ്കിലും ഈ കീവർവ് പഞ്ചായത്തിന് നിങ്ങൾ കാണിച്ചു തരും? എന്തെങ്കിലും ഒരു സംഗതി. എൻ്റെ പ്രസംഗം കേൾക്കുന്ന അപ്പുറത്തിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും എൻ്റെ പ്രസംഗം കേൾക്കുന്ന UDF-ന്റെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം. ഇപ്പൊ എന്താ ഉള്ളത്? ഞാൻ MLA-ക്ക് അനുവദിക്കുന്ന MLA ഫണ്ട് ഉപയോഗിച്ച ആസ്തി വികസന ഫണ്ടും MLA ഫണ്ടിനും പോയി കണ്ട് ഉടുപ്പില്ലാതെ അത് ഞങ്ങളെ നേട്ടാർക്കാണ് ബോർഡ് വെക്കണം. നിങ്ങളോടൊക്കെ ഞാൻ എന്ത് പറയാനാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരുപാട് വികസന പ്രവർത്തനം കൊടുത്തു. ഈ കീവർവ് പ്രദേശത്ത് തന്നെ ഞാൻ ഒരുപാട് വികസനം കൊടുത്തു. MLA ഫണ്ട് കൊടുത്തു, ആസ്തി വികസന ഫണ്ട് കൊടുത്തു. അതിന് പോയി കണ്ട് വൈമീൻ്റെ ഇന്റത് കൂടി ആയിക്കോട്ടെ എത്തിക്കുന്നത്. ഞാൻ ആലോചിച്ചോട്ടെ, കണ്ടോനെ കുട്ടീൻ്റെ തന്ത നിങ്ങളെന്തിനാകണം? അല്ല, നിങ്ങളെന്തിനാകണം? നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പോയി കീവർമ്പില് കോളകെട്ട് പോലെ റോഡിന് 15 ലക്ഷം. നിങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടിയാ, കീവർമാരൊന്ന് കേൾക്കണം. ചൂരോട് പള്ളിക്കുന്ന് റോഡിന്, ഹൈസ്കൂൾ റോഡിന് ഞാൻ 20 ലക്ഷം റുപ്യ, തടപ്പറമ്പ് റോഡിന് 6 ലക്ഷം റുപ്യ, അത്തോളി ബിച്ചിക്കോയ റോഡിന് 5 ലക്ഷം റുപ്യ, ഓത്തിപ്പിളറായി കുഞ്ഞി റോഡിന് 20 ലക്ഷം റുപ്യ, ബീച്ചുപിള്ളി റോഡിന് 10 ലക്ഷം റുപ്യ, മൊതാ കണ്ണത്തോട് റോഡിന് 15 ലക്ഷം റുപ്യ, കണ്ടി ഓത്തുപിള്ളയർ റോഡിന് 30 ലക്ഷം റുപ്യ, ബീച്ചുപള്ളി തൃക്കളയൂർ റോഡിന് 20 ലക്ഷം റുപ്യ, കനാൽ റോഡിന് 10 ലക്ഷം റുപ്യ, മുറിഞ്ഞപാടിന് ആർബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട്. ഇത് ആയക്കടൽ മത്സ്യബന്ധനം എന്ന് പറഞ്ഞാണ് ഞങ്ങൾക്ക് 75 ലക്ഷം റുപ്യ മുറിഞ്ഞപാടിക്ക് കൊണ്ടുപോയി തന്നു. അതിൻ്റെയൊക്കെ പാപ്പങ്ങളായാലും എങ്ങനെ? എവിടെയെങ്കിലും ഒരു കടലാസ് നിങ്ങൾ എഴുതി കൊടുത്തു? എവിടെയെങ്കിലും നിങ്ങൾ ലെറ്റർ പേരിൽ നിങ്ങൾ കടലാസ് എഴുതി കൊടുത്തു? എവിടെയെങ്കിലും? എന്നിട്ട് നിങ്ങൾ അങ്ങനെ പറയാം. അപ്പൊ എനിക്ക് പറയാനുള്ളത് കീവർമാരുണ്ട്, നിങ്ങൾക്ക് ഏതൊക്കെ കാലഘട്ടങ്ങളിൽ വികസനം ഉണ്ടോ? 48 കൊല്ലം ഐക്യ ജനാധിപത്യത്തിനുണ്ട്. അതിനു മുമ്പ് ഈ മഞ്ചേരി നിയോജക മണ്ഡലത്തിന്റെ MLA ആയ അബ്ദുള്ളക്കുട്ടി കുരുക്കൾ മുതൽ, അതുപോലെ തന്നെ CH മുതൽ, അതുപോലെ തന്നെ ഇസാഖൂര് മുതൽ ഒക്കെയുള്ള മഹാന്മാരായ നേതാക്കന്മാരുടെ കാലത്ത് ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ഏത് കാലത്തുണ്ടായിരുന്നു? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എടശ്ശേരിക്കടവ് പാലം വന്നു. ആര് കൊണ്ടുവന്നു? മുനീർ സാഹിബ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഷിയാബ് തങ്ങൾക്ക് താല്പര്യം എടുത്ത് അങ്ങനെ വന്ന ഒരു പാലാണത്, അല്ലേ? രണ്ടാമത് ഞാൻ തന്നെ നിങ്ങൾക്ക് എന്നോട് കുഞ്ഞിക്കാർ പറഞ്ഞു ഒരു ചെറിയൊരു പാലമാണ് 25 ലക്ഷം റുപ്യ. ഞാൻ പറഞ്ഞു എന്തിനാ ചെറുതാക്കണം, നമുക്കൊരു വലിയൊരു പാലാക്കാം. അപ്പോഴാണ് 1 കിലോമീറ്റർ ചുറ്റോളം പാലം വിരമിച്ചു. ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ബഹുമാന്യായ ഇബ്രാഹിം കുഞ്ഞ് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി. എൻ്റെ വികസന കാര്യത്തിൽ എനിക്ക് എന്നും ഒരു താങ്ങും തണലുമായിരുന്ന ധനകാര്യമന്ത്രി മാണി സാർ, അവരെല്ലാവരും കൂടിയിട്ടില്ല എന്നാൽ 21 കോടി റുപ്യ എന്നിട്ട് അവിടെ കുഞ്ഞിലൊരു പാലം വന്നത്. അപ്പോഴല്ലേ എനിക്ക് 2 കൂട്ടർന്ന് മനസ്സുകൊണ്ടൊന്നും ഒന്നായത്. എനിക്കറിയാലോ നമുക്ക് എന്തിനാ പോയി ഒന്ന് നന്നായിക്കോട്ടെ, ചിരിച്ചുകാടെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒന്നുണ്ടല്ലോ, എനിക്കറിയാലോ. ഇപ്പൊ ഈ പറമ്പാരും വലിയക്കാരും ഇപ്പോഴല്ല, അടുത്ത കാലത്തല്ലേ ഞാൻ ഒന്നിനു ശേഷം ഒന്ന് കെട്ടിപ്പിടിച്ചതൊക്കെ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് വികസനം കൊടുത്തു. അങ്ങനെ പാലം വന്നു. ഞാൻ ഇവിടെ ഈ റോഡ് റെഫറൈസ് ചെയ്തെന്നാ, ഞാൻ ഏറനാടിന്റെ കന്നി MLA 2015 നിങ്ങൾ തിരഞ്ഞെടുത്തപ്പോഴാണ് കുറ്റൂടി മുതൽ രൂപസാർ നിങ്ങൾ തുടങ്ങിയിട്ട് ഈ റോഡ് റബ്ബറൈസ് ചെയ്തതിന്റെ വാപ്പ നിങ്ങളല്ല എന്നാണ് എനിക്ക് ഇങ്ങോട്ട് പറയേണ്ടത്. അത് പറയാൻ കഴിയുമോ? ഇനി അത് മാത്രമാണോ? ഇനി രണ്ടാമതാക്കുന്നത് കുഞ്ഞി പാലം മുതൽ ന്യൂബസാർ വരെയുള്ള റോഡ് 1,44 ലക്ഷം റുപ്യ റബ്ബറൈസ് ചെയ്യണമാണ്. അതിന്റെ പണിയാക്കണം നടക്കണം. ഈ പഞ്ചായത്തിന് മെയിൻ റോഡ് പിന്നെ ഏതല്ലത്? ആ 2 റോഡ് നമ്മൾ റബ്ബറൈസ് ചെയ്തു. ആസ്പത്രി കുഞ്ഞിയുടെ ആസ്പത്രി PHCക്ക് കേന്ദ്ര ഫണ്ട് 1,21 ലക്ഷം റുപ്യ PHCക്ക് ബിൽഡിംഗ് ഉണ്ടാക്കണാക്കുന്നത്. 75 ലക്ഷം റുപ്യ MLA-യുടെ ആസ്തി വികസന ഫണ്ട്. 2 കോടി റുപ്യ രൂപയാണ് ഒരു ആസ്പത്രി കീവർമ്പിലെ PHC ആസ്പത്രിക്ക് ഉണ്ടാക്കുന്നത്. വില്ലേജ് ഓഫീസിൽ 42 ലക്ഷം റുപ്യ ഇതിന് കെട്ടിടം ഉണ്ടാക്കിയത്. എന്നാ ഞാൻ എറണാകുളം MLA ആണ്. MLA താല്പര്യം എടുത്തിട്ടാ, അല്ല നിങ്ങളെ ഔദാര്യം കൊണ്ടല്ല. ഇനി ഒന്നും കൂടി നിങ്ങൾ മനസ്സിലായിക്കോളി. കേരളത്തിൽ ഏറ്റവും എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം, അഹങ്കാരം പറയുന്നില്ല. ഞാനൊരു പ്രതിപക്ഷ MLA ആണ്. 10 കൊല്ലമായിട്ട് പിണറായി വിജയനാണ് ഭരിക്കുന്നത്.
കിഫ്ബി പദ്ധതിയൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, ഏറ്റവും അധികം സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയ കിഫ്ബി പദ്ധതിയിൽ കേരളത്തിൽ നിങ്ങൾ 140 MLA പിണറായിനെ അടക്കടക്കി ഏറ്റവും അധികം സ്കൂൾ കെട്ടിടങ്ങൾക്ക് ഫണ്ട് ലഭിച്ച 64 കോടി രൂപ ലഭിച്ച നിയോജക മണ്ഡലം ഏറനാട് നിയോജക മണ്ഡലം എന്ന അഭിമാനത്തോടു കൂടി പറയാം. സ്കൂളിന് 3 കോടി രൂപ എവിടെയും തന്നില്ലേ? കീവർപ്പ് വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ MLA ഫണ്ട് എത്ര കൊടുത്തിട്ടുണ്ട്? അവസാനം നമ്മുടെ ബഹുമാന്യ രാഹുൽ ഗാന്ധി MP 25 ലക്ഷം രൂപയാണ് ലൈബ്രറി കൊടുത്തത്. പ്രിയങ്ക ഗാന്ധി വരും ജനുവരിയിൽ 1 ഉദ്ഘാടനം അവിടെ നിർവഹിക്കും. അതിനൊന്നും യാതൊരു സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം വരാൻ നോക്കിയപ്പോൾ സമയം അഡ്ജസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് പറ്റിയതാണ്. വികസനം നടന്നില്ല നിങ്ങൾ പറയാൻ പറ്റുമോ? ഏതൊക്കെ മേഖലയിൽ സർക്കാർ മേഖല, അതാ ഞാൻ പറഞ്ഞത്, മുറിഞ്ഞപാട് 75 ലക്ഷം രൂപ കൊടുത്ത ഫണ്ടുകൾ, അതുപോലെ തന്നെ ആസ്തി വികസന ഫണ്ട്, MLA ഫണ്ട് കഴിഞ്ഞ 1.5 കൊല്ലം കൊണ്ട് ചോദിച്ചത് മുഴുവൻ തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാൻ കിട്ടിയില്ല എന്നുള്ളത്? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതിൽ വെൽഫെയറും ഉണ്ട്, കോൺഗ്രസും ഉണ്ട്, ലീഗുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, എല്ലാം ഉണ്ട്. MLA ക്കാണ് ജനപ്രതിനിധിയാ. MLA-ക്ക് എന്താ വെച്ചാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം. തന്നെ സ്നേഹിക്കുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും അതിന്റെ മെച്ചം കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ചെയ്തിന്റെ നന്മകൾ ഇല്ലാതെയാക്കരുത്. എന്തിനാ നിങ്ങൾ ഈ 2ാം നമ്പർ ഏർപ്പാടിനെടുക്കണം? നിങ്ങളത് ആലോചിച്ചു. എല്ലാ അർത്ഥത്തിലും ഇപ്പൊ ഞാൻ പറയട്ടെ, സ്കൂളുകളുടെ കെട്ടിടം പറയാം, അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ ഒക്കെ നമ്മൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ലേ? നിങ്ങളിങ്ങനെ പറയപ്പെടുന്ന 48 കൊല്ലം ജനം UDF-നെ കയ്യിൽ നടക്കുന്നത്. ഇവിടെ പ്രൊഫസർ K. നാസർ സാഹിബുണ്ട്. ഒരുപാട് വികസന പ്രവർത്തന സ്വപ്നങ്ങളും ഒരുപാട് ആശയങ്ങളുണ്ട്. ഉപരകാലത്തല്ലേ ഈ പഞ്ചായത്തിൽ മറ്റേ കാർഷിക മേഖലയിൽ ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. പിന്നീട് ഷുക്കൂർ വന്നു. ഷുക്കൂറിന്റെ കാലഘട്ടത്തിലും ഒരുപാട് നടന്നില്ലേ? പിന്നെ റംല പഞ്ചായത്ത് പ്രസിഡന്റായി. ഇവിടെയല്ല നമ്മൾ മുനീർ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഒരു നിയോജകമണ്ഡലത്തിലെ ഗ്രാമയാത്ര നടത്തിയ ഒരു പഞ്ചായത്ത് ഇവിടെയാണ്. എല്ലാ അർത്ഥത്തിലും. ഇനി നിങ്ങൾക്ക് എന്താ ആവശ്യം? ഇവിടെ നടക്കാത്ത ഒരു ചെറിയൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ ഈ 4 വാർഡ് പ്രളയം വന്നാൽ 2018-ലും 19-ലൊക്കെ പ്രളയം വന്നപ്പോൾ ഒന്നായിട്ട് വെള്ളം കെട്ടിക്കൊണ്ടു. അതിന് നമ്മളൊരു പ്രൊജക്ട് ഉണ്ടാക്കി. എവിടെ? മറ്റാ തോന്നുന്നു അവിടെ മൂവിക്കൽ തോന്നി. അത് വരും. നിങ്ങൾ പറയും ഞാനില്ല, ഗവൺമെന്റിന്റെ അല്ല, കേന്ദ്രത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിന് പ്രിയങ്ക ഗാന്ധി PKP അത് നടപ്പിലാക്കും. നിങ്ങൾ യാതൊരു ബേജാറാണ്. അതിന് സമയം എടുക്കുന്നുള്ളൂ. ഒരു പ്രൊജക്ട് ഒരു ഇതുണ്ടാക്കിയ അതിനെന്താ 60-70 കോടി റുപ്യ വേണം. അല്ലാതെ നിങ്ങൾ വെറുതെ പറഞ്ഞിട്ട് മറ്റോ അങ്ങനെ എവിടെയെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അതിനൊരു നേരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് അത് വരും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, അത് വരുമ്പോൾ കുറച്ച് സ്ഥലം അങ്ങോട്ട് കിടക്കാമോ, അപ്പൊ പിന്നെ ഇങ്ങോട്ട് ഇത് കാണിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാം അതൊക്കെ വരാൻ പോണെന്നൊക്കെ ഞാൻ ഇപ്പൊ തന്നെ പറയാം. സുക്കൂർ എന്നോടാ പറഞ്ഞു, ജയ്പൂർ കീവർമാണ്, ഫാസിന് കീവർമാണ്, കുഞ്ഞാമാക്ക് കീവർമാണ്. അപ്പൊ നാസർ ചിരിച്ച കാരണം കുലിയിലാണ്, ഒരു പ്രശ്നമല്ലോ. അപ്പൊ അല്ലെ അത് വരും. അതിനിപ്പോ അടുത്ത അസംബ്ലി ഇലക്ഷൻ ആയാലും എങ്ങനെയാ വെച്ചാല് ആ സമയത്തായാലും അത് വരും. ഞാൻ അതിന്റെ പ്രൊജക്ടും കാര്യങ്ങളും അതൊക്കെ ഉണ്ടാക്കാൻ അന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, അതിന് സമയം എടുക്കുന്നുള്ളൂ. ഒറ്റടിക്ക് നടക്കൂലല്ലോ. കുറെ കാലത്തെ ആഗ്രഹങ്ങളില്ലേ, നടക്കും. നമുക്കതൊക്കെ നടത്താം. ഇവിടെ ഇനി അധികം ഇങ്ങനത്തെ വികസന കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാ ഗ്രാമീണ മേഖലയിൽ നമ്മൾ റോഡ് കോൺക്രീറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തു. എന്താ ചെയ്യാൻ ബാക്കി? സ്കൂളിൽ വരെ നമ്മൾ സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് കൊടുത്തു. എല്ലാ അർത്ഥത്തിലും വികസനം. പിന്നെ നിങ്ങൾ ഈ പഞ്ചായത്തിന് ജയിപ്പിച്ചേ. ഞാനൊരു മാറ്റം പറഞ്ഞിട്ട് കണ്ട ആദ്യത്തെ വോട്ട് പഞ്ചായത്തിന് ചെയ്തോളണം. അതാണ് പരമപ്രധാനമായ വോട്ട്. ബ്ലോക്കും ജില്ലക്കും മറ്റോ നിങ്ങൾ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ബ്ലോക്ക് ജില്ല അതിനെ അവനവൻ്റെ ഒപ്പം നടക്കണവരെ വെള്ളിയേക്കണം. ഓൻ്റെ ഒപ്പം നടക്കണവരെ വെള്ളിയേക്കണത് അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒരാൾ ഒറ്റ വോട്ട് ചോദിച്ചാൽ എന്നിട്ട് അവരെ ബ്ലോക്കിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ അപ്പുറം ചെയ്തോളൂ. എനിക്ക് മാത്രം നന്നാ മതി തരുമ്പോൾ എന്താണ് ആലോചിക്കണേ? നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ അവരെ വിശ്വസിക്കാൻ പറ്റുമോ? മുനാഫിക്കിന്റെ പണിയല്ലേ അവിടെ ഈ തെരഞ്ഞെടുപ്പ്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ലാഘവത്തോടു കൂടി കാണരുത്. ഇവിടെ ഹാരിസ് ബാബു പറഞ്ഞല്ലോ, കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ്. 100 സീറ്റുമായി ഏപ്രിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയം വേണ്ട. അതല്ല പിണറായി പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ഗവൺമെന്റിന്റെ വിലയിരുത്തലല്ലാന്ന് മുൻകൂർ ജാമ്യം എടുത്തത്. മറ്റേ എവിടെ പോയാണ് ചങ്കൊക്കെ അതൊക്കെ ഇരട്ടൊക്കെ പറഞ്ഞു. ഒരു അക്ഷരമുണ്ടുണ്ടോ? അക്ഷരമുണ്ടുണ്ടോ? എടാ ഇവിടുന്ന് ഒരാളൊരു വ്യക്തിപരമായ അയാളെ ഒരു വിഷയത്തിൽ ഇടപെട്ടപ്പോ അയാളെ പറ്റി ഇങ്ങനെ കുറ്റം പറയാം. ഞാൻ ഇന്നലെ മുമ്പ് പറയാം, അത് തീവ്രതയുള്ളതാണ്. അപ്പൊ അപ്പുറത്തുള്ള സമാധാനത്തിലുണ്ട്. അസംബ്ലി അപ്പൊ നോക്കി ചോദിച്ചപ്പോൾ ഞാനും കാത്തിക്കാണ്. നിങ്ങളിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവിടെ പറയുമ്പോഴല്ലേ എൻ്റെ ഒരു ഇതിട്ടുള്ളൂ. ഒരു മുഖ്യമന്ത്രി പറയാണ്, നിങ്ങൾ ഇന്നലെ അയാളെ പിന്നാത്ത പത്രസമ്മേളനത്തിൽ ഞാനിങ്ങനെ ആ വാക്കിങ്ങനെ ഒന്ന് ശ്രദ്ധിക്കേനെ. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്തൊക്കെയാ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചൊക്കെ ഹിന്ദുമത വിശ്വാസികൾ അവരുടെ ഏറ്റവും പുണ്യമായ ഒരു സ്ഥലമാണ് ശബരിമല. ഹാരിസ് പറഞ്ഞു ഇവിടെ. നിങ്ങൾ ആലോചിച്ചൊക്കെ
ശബരിമല എന്ന പ്രശ്നമായി. ഈ കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ആൾക്കാരൊക്കെ വലിയ വലിയ ഭക്തരാണ്, നല്ല സാമ്പത്തികമായിട്ട് കഴിവുള്ള. ഈ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഈ കർണാടകത്തിലൊക്കെ എന്താ വെച്ചാൽ എനിക്ക് അവരെ പേര് നന്നായി അറിയാം. അവരൊക്കെ ബിസിനസ്സിൽ എന്തുമാതിരി വിശ്വാസികളെ ചെട്ടിയാർമാര്, റാവുമാര്, റെഡ്ഡിമാര് ഒക്കെ ഇല്ല, ബ്രാഹ്മിൻസ്, അവരൊക്കെ എന്താ വെച്ചാൽ അവരുടെ ബിസിനസ്സിൽ ദൈവത്തിന് 5% ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാവും. അവരുടെ ബിസിനസ്സിൽ ലാഭം കോടിക്കണക്കിന് ഉറുപ്പ്യ ലാഭമായിരിക്കും. അത് അവർ തിരുപ്പതി കൊണ്ടേക്കാണ്ട് 6.5 കോടി 2 കോടി 50 ലക്ഷം ഒക്കെ നമ്മൾ കേൾക്കുന്നില്ലേ, 5 കിലോ സ്വർണം. അങ്ങനെയാണ് അവരിവിടെ വന്നിട്ട് കാണിക്കായിട്ട് കൊണ്ടിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ കിട്ടുന്നതിന് ഒരു പരിധിയും കാര്യങ്ങളും കണ്ടു. അവരെ പണം അതിനൊരു കണക്കില്ല. 36 കിലോ സ്വർണ്ണമാണ് വിജയ് മല്യ എന്താ പറയുക കിങ്ഫിഷർ എയർലൈൻസും പിന്നെ ഈ കിങ്ഫിഷർ ബീറിന്റെ ഒക്കെ മധ്യ രാജാവ് 36 കിലോ സ്വർണ്ണമാണ് അവിടെ ദ്വാരകപ്പാടിയിലും വാതിൽക്കെട്ടിലൊക്കെ സ്വർണം പൂശി കൊടുത്തത്. ആ സ്വർണം പൂശിയ സാധനം 10 കൊല്ലം കഴിഞ്ഞപ്പോ പിന്നെ അത് രണ്ടാമത് സ്വർണ്ണം എവിടെയെങ്കിലും രണ്ടാം പൂശം നമ്മളെവിടെയും കണ്ടിക്കണം. നമ്മളിപ്പോ പെണ്ണുങ്ങളൊക്കെ കൗത്തില് വാലയോ കുട്ടികളെ ചെയിനൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ കുറച്ച് ചളി ഉണ്ടെങ്കിൽ അത് സോപ്പ് അത് ഇട്ടുകൊണ്ട് അതിനൊരു പാത്രത്തിൽ വെക്കുന്നല്ല. എന്താ എവിടെ രണ്ടാമങ്ങൾ? ഇതെന്താ ചെയ്തിരിക്കണത്? ഇത് അവിടുന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ബിനാമിയായ ആള് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ പത്മകുമാർ കോന്നിന്ന് MLA ആയിരുന്നു 2 പ്രാവശ്യം. ഇപ്പം പത്തനംതിട്ട ജില്ലാ CPM സെക്രട്ടേറിയറ്റ് അംഗ. അയാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയപ്പോൾ ഈ സാധനം കൊണ്ടുപോയി ഇയാളുടെ എഴുതാ അത് ചെമ്പാണെന്ന് ആളെ കയ്യക്ഷരത്തിലായിട്ട് എഴുതിയിട്ടാണ് ഈ സാധനം കൊടുക്കുന്നത്. ഇത് സ്വർണം പൂശിയത്. ആ സ്വർണ്ണാണ്ട് പോയി. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സാധനങ്ങളൊക്കെ കൊണ്ട് പോകുമ്പോൾ വലിയ വലിയ ആൾക്കാർ കൂട്ടിക്കൊണ്ടേ ഒരു പൈസ കൊടുക്കൂലേ? അയ്യപ്പനല്ലേ ഇത് കൊണ്ടുപോയിട്ട് രമേശ് ചെന്നിത്തല പറഞ്ഞ മാതിരി കർണാടകത്തിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലൊക്കെ കൊണ്ടുപോയി കോടിക്കണക്കിന് ഉറുപ്പ്യല്ലേ. പിന്നെ അത് പുരാവസ്ഥ കണ്ടിട്ട് ഈ സാധനം മാറ്റിയേക്കാണ്. 500 കോടി രൂപയൊക്കെ വിറ്റാണെന്ന് രമേശ് പറയുന്നത്. എന്നെ പോലീസ് വിളിക്കുകയാണെങ്കിൽ ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞത്. വെറുതെ നിങ്ങൾ ആലോചിക്കണം, ഹിന്ദുമത വിശ്വാസികളുടെ അവർ വികാരത്തെ കൊടുക്കുക. പിന്നെ കൊണ്ടേക്കാണ് മൂപ്പരും ചെയ്തു. അതിന് മുമ്പ് ഒരു അയ്യപ്പ സംഘം, അയ്യപ്പൻ ചെറിയ കുട്ടി, മൂപ്പര് വലിയ ആളും. ആ ഫ്ലക്സ് ഉണ്ടല്ലേ ഞങ്ങള്, ആ ഫ്ലക്സ് ഉണ്ടല്ലേ? ഈ ശബരിമല ഇത്രയും മോശമായിക്കാണ് സ്ത്രീകളൊക്കെ അവിടെ അവരുടെ ആചാരപ്രകാരം വിശ്വാസപ്രകാരം 50 വയസ്സിലുള്ള ആളുകൾക്ക് അവിടെ ശബരിമലയിലേക്ക് പോകാൻ പാടുള്ളൂ. അതിലാണ് 24-25 വയസ്സിലെ സ്ത്രീകളെ കൊണ്ടാൻ വേണ്ടി കണ്ട് 2018-ലും 2017-ലും അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ചെറുപ്പം നമുക്കുണ്ടായില്ലേ വഖഫ് ബോർഡിൽ നമ്മൾ എന്താ വെച്ചു നിങ്ങളെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ഏറ്റവും വലിയ ദൈവവിശ്വാസിയായിരുന്ന കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഹിന്ദുക്കൾക്കായാലും ക്രിസ്ത്യാനികൾക്കായാലും അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനായാലും മുസ്ലിങ്ങൾക്കായാലും ഒരേമാതിരി നീതി കൊടുത്ത് എല്ലാവരെയും തുല്യ വിശ്വാസികളെ ഒക്കെ കണക്കിലെടുത്ത് പോയ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ കരുണാകരൻ. നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. കരുണാകരൻ സാറിന്റെ കാലത്താണ് അസംബ്ലിയിൽ ഒരു ബില്ല് കൊണ്ടുവന്നത്. ദേവസ്വം ബോർഡിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കണമെങ്കിൽ ഹിന്ദുമത വിശ്വാസത്തിൽപ്പെട്ട ആളുകളാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അവർ ഹിന്ദുമത വിശ്വാസിയാണ് സർട്ടിഫൈ ചെയ്യണമെന്നാണ്. അങ്ങനെയായിരുന്നു ദേവസ്വം ബോർഡ്. ഓരോ പേടിണ്ടാവും, നമ്മൾ പഠിച്ചവനെ പേടിണ്ടാവും, അതിനൊരു പേടിണ്ടാവും. ഇതെന്താ പറ്റി? ഇവര് വന്നിട്ട് ആ ബില്ല് ആ നിയമമാണ് മാറ്റി ഹിന്ദു ആയ ആളെ ദേവസ്വം ബോർഡ് വെക്കാൻ. അതുകൊണ്ട് തന്നെ ഈ കക്കട് അതെങ്ങാലും വഖഫ് ബോർഡിൽ എങ്ങനെയായിരുന്നു? വഖഫ് ബോർഡിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്കായിരുന്നു അതിന്റെ നിയമനം. അതുകൊണ്ട് കണ്ടാണ് PSCക്ക് ഉണ്ടെന്ന് പറഞ്ഞാണ്ട് പബ്ലിക് സർവീസ് കമ്മീഷനിൽ എല്ലാ വിഭാഗം ആൾക്കാരെയും വഖഫ് ബോർഡിൽ വെക്കണം. അത് നമ്മൾ ചോദ്യം ചെയ്തു. അവസാനം ആ ബില്ല് പാസ്സാക്കുമ്പോൾ കുഞ്ഞാഴ്ച സാഹിബ് പറഞ്ഞു ഇതിൽ നിങ്ങൾ വലിയൊരു ദുരന്തം വരുത്തുണ്ടാണ്. നമ്മൾ കോഴിക്കോട് ലീഗ് 5 ലക്ഷം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് റാലിയ നടത്തിയപ്പോഴല്ലേ നിങ്ങൾ ബില്ലാണ് പിൻവലിച്ച്. ഇവരിങ്ങളെ വിചാരിക്കണമാരല്ല, ഇവർ കിട്ടുന്നതൊക്കെ കൂടി കക്കാൻ വേണ്ടി കണ്ട് നടക്കുക. അങ്ങനെ ഒരു ഗവൺമെന്റാണ്. പിന്നെ PR വർക്കാ, BJP അഡ്ജസ്റ്റ്മെന്റാ. നിങ്ങളെ ഓരോ സമയം വരുമ്പോൾ ഒരു EDയുടെ നോട്ടീസ് ആർക്ക്? CPM-നെ ഒന്ന് ഉഷാറായി കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുക. പിന്നെ അതിന്റെ പേര് നടപടിയും കാര്യങ്ങളില്ല. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നല്ല കരുത്തരായ സ്ഥാനാർത്ഥികളാണ്, ഒന്നിനൊന്ന് വെച്ച. പിന്നെ ഇവര് പറഞ്ഞു ഞങ്ങൾ വെൽഫെയർ എന്താ നിങ്ങൾക്ക് കൂടാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടാം, നിങ്ങൾക്ക് കണ്ടിന് സൂപ്പറായിട്ട് ഇട്ടളി. അതിനെ പറ്റി പറയാനുണ്ട്. അറിയങ്ങള് നിങ്ങൾക്ക് കൂടാണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടാം. എന്നൊക്കെ ജമാഅത്ത് ഇസ്ലാമിന്റെ ഇതായത് വന്ന് നിങ്ങളെ 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ അഖിലേന്ത്യാ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായ ET മുഹമ്മദ് ബഷീർ സാഹിബ് പൊന്നാനി പാർലമെന്റ് മത്സരിക്കുമ്പോഴേ അന്ന് PDP-നെ മതന്നെ കൊണ്ട് നിർത്തിയിട്ട് അച്യുതാനന്ദൻ കണ്ടിട്ട് നീച്ചാത്ത പിന്നെ പിണറായി അവിടെ എഴുതിയിട്ട് മതന്നെ കണ്ടുകാണ്ട് എന്നിട്ട് നിങ്ങളാ ഞങ്ങളോട് പറയണത്? നിങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി ഒന്ന് നോക്കിയില്ലേ? നിങ്ങൾ എത്ര ഇതിന് ഇവരെ വേണ്ടി സഖ്യം ചെയ്തിക്കണ്? എന്നിട്ട് നിങ്ങൾ പറയണ്ടേ നിങ്ങൾ എന്തൊക്കെ ജമാഅത്ത് ഇസ്ലാമിനെ പറ്റി പോയിട്ട്? പിന്നെ നിങ്ങളെ ഇതൊക്കെ കൂടി നിങ്ങൾ അപ്പുറത്ത് SDPI സഖ്യം ചെയ്തിട്ടുണ്ട്.
ഞങ്ങളെ പരാജയപ്പെടുത്താണ്ട് ഈരാറ്റുപേട്ടയിൽ നിങ്ങൾ സഖ്യം ചെയ്തിട്ടില്ലേ? നിങ്ങളില്ലാന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ആ കണക്കൊന്നും നമുക്ക് ഇങ്ങോട്ട് പറയണ്ട കേട്ടോ. അത് ഇങ്ങനെ വലിയ പഠിച്ച 4 TV-ക്കാരും ഒക്കെ വെച്ചുകാണ്ട് ഞാൻ നിൽക്കണ്ട. ഇവിടെ എല്ലാവരും സഖ്യമൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 1989 പിന്നെ നിങ്ങൾ ഈ BJP RSS കുറ്റം പറയാൻ പറ്റുമോ? LK അഡ്വാനിയും AB വാജ്പേയിയും സുർജിത്തും EMS-ഉം എല്ലാ ചൊവ്വാഴ്ചയും പ്രധാനമന്ത്രിയുടെ വസതിയിൽ പിന്നെ അത്താഴം കാഴ്ചക്കാട്ടില്ലല്ലോ അന്നത്തെ വാജ്പേയിന്റെ ഗവൺമെന്റ് താങ്ങിയത്. അത് ഞങ്ങളേന് അത് അന്ന് നിങ്ങളെവിടെയായിരുന്നു? അതും കൂടെ നിങ്ങൾ ആലോചിക്കണം. CPM പറയണം നിങ്ങളെ പാർട്ടിക്ക് എന്തെങ്കിലും നയമുണ്ടോ? നിങ്ങൾക്ക് എവിടെ നയമുള്ളത്? നിങ്ങൾക്ക് 2 ഉറുപ്പ്യ കണ്ടാൽ മതി. ഞാൻ ഞങ്ങളുടെ PMC പദ്ധതി, ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതി, RSSന്റെ കാവൽക്കരണം ഒക്കെ കുട്ടികളെ മേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി കരിക്കുലം മുഴുവൻ മാറ്റിയിട്ട് പാഠ്യപദ്ധതി മാറ്റിയിട്ട് അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുവരാൻ നോക്കിയപ്പോൾ മതേതര പാർട്ടിയായ കോൺഗ്രസ് അത് തെലങ്കാനയിലും കർണാടകത്തിലും മമതാ ബാനർജി ബംഗാളിലും സ്റ്റാലിൻ തമിഴ്നാട്ടിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു, ഇങ്ങളും നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ ഒരു പദ്ധതി 1600 കോടി രൂപയാണ് കിട്ടും. അതുകൊണ്ടാണ് നടപ്പിലാക്കാൻ പറഞ്ഞത്. ഉളുപ്പ് പറഞ്ഞിട്ട് 2 ഉറുപ്പ്യ നക്കിയെടുക്കുന്ന ഒരു പാർട്ടിയായിട്ട് നിങ്ങൾ മാറിയിട്ടില്ലേ? നിങ്ങൾ എവിടെയല്ലത്? നിങ്ങളെന്ന് ആലോചിച്ചൊക്കെ. നിങ്ങളെ പാർട്ടിയുടെ മതേതര സ്വഭാവം അവിടെ പോയി. പണ്ട് പഴപ്പം നാസറുണ്ടല്ലോ, നാസർ മറ്റേ സംസ്കൃത യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നല്ലോ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? സിലബസ് ഉണ്ടാക്കുന്നത് കരിക്കുലം കമ്മിറ്റി എങ്ങനെ? ഇവിടുത്തെ ഇതിന് നമ്മുടെ കാര്യങ്ങളൊക്കെ സംബന്ധിച്ചല്ല ഉണ്ടാക്കിയിരുന്നത്. ഇപ്പൊ ഇനി എന്താ വരാൻ പോണേ? ചരിത്രത്തിൽ ഒന്നും ഉണ്ടാവില്ല. ടിപ്പു സുൽത്താൻ ഉണ്ടാവില്ല, ഷാജഹാൻ ഉണ്ടാവില്ല, അക്ബർ ചക്രവർത്തി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, താജ്മഹൽ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഒക്കെ വേറെ കോലത്തിലാണ്. ഇപ്പൊ എല്ലാ സ്ഥലത്തിന്റെ പേര് മാറ്റല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മൾ ഇതിനൊക്കെ ഒരു ഗൗരവം കാണും. തെരഞ്ഞെടുപ്പാണ് ഗ്രാമപഞ്ചായത്തിന് മാത്രമല്ല, ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്ത് നമ്മുടെ ഒരു നിലനിൽപ്പ് അന്തസ്. അതിന്റെ കൂടുതൽ എനിക്കൊരു കാര്യം പറയണ്ടേ. ഈ രാഹുൽ ഗാന്ധിയും ഈ പ്രിയങ്ക ഗാന്ധിയും ഈ വെയിലുമായി കൊണ്ടുവരുന്ന നമുക്ക് വേണ്ടിയിട്ടാണ്. അതുമാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഒരു പഞ്ചായത്ത് മറ്റു വരുമ്പോൾ ഓൻ്റെ അമ്മായിൻ്റെ മകളാണ്, ഓൻ്റെ അളാപ്പാൻ്റെ മകളാണ്, അതുകൊണ്ട് അപ്പുറത്തേക്ക് വോട്ട് ചെയ്യാൻ നിൽക്കണ്ട. ഐറ്റങ്ങൾ നമുക്ക് വേണ്ടിയിട്ടാണ് ഈ നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ചൊക്കെ. സാമ്പത്തികം കൊണ്ട്, തറവാട് കൊണ്ട്, അന്തസ് കൊണ്ട് എന്തിന്റെ കുറവ് ഒൽക്കുള്ളത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരോട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര റുപ്യ തരണം എന്ന് ചോദിച്ചാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛനാണ് മോത്തിലാൽ നെഹ്റു. ആ മോത്തിലാൽ നെഹ്റുവിന്റെ മകനാണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ മകളാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ മകനാണ് രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിന്റെ മക്കളാണ്. അവരാണ് ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത്. ഈ SIR-ഉം കാര്യത്തിലും നമുക്ക് വേണ്ടി നമ്മളെ പ്രതിദാനം ചെയ്തത് പ്രിയങ്ക ഗാന്ധിയാണ്. അവരെ ഇതിൽ നമ്മളെല്ലാ കാര്യത്തിനും വേണ്ടി അവർ നമ്മളെ കൂടെ നിൽക്കുകയാണ്. അപ്പൊ അവർക്കും വേണ്ടി ഒരു ബലം കിട്ടുക. താൻ സ്നേഹിക്കുന്ന ഞങ്ങൾ ആർക്ക് വേണ്ടി പോരാടണോ അവരൊക്കെ ഞങ്ങളെ കൂടെ ഉണ്ടെന്നുള്ളത് അവർക്കൊരു ഊർജ്ജം കിട്ടണ്ടേ? അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ കാണണം. ഒരു പ്രാദേശിക വിഷയങ്ങൾ മാത്രമല്ല, അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥികൾ വിജയിക്കണം. വിജയം ഉണ്ടാവും, ബോർഡ് കിട്ടുന്നൊക്കെ ഉറപ്പാണ്. പക്ഷെ 16 നമ്മൾ വിജയിക്കണം. അവിടെയാണ് നമ്മുടെ ആവശ്യം. പിന്നെ കുഞ്ഞാമാക്ക ബ്ലോക്ക് പഞ്ചായത്തിൽ അല്ല സ്ഥാനാർത്ഥിയില്ല. അപ്പുറത്ത് ആയിഷ. കുഞ്ഞാമാക്കാനെ പറ്റി പറയണ്ടല്ലോ. കുഞ്ഞാമാക്ക പണ്ട് ബ്ലോക്കിലൊന്നുമില്ലേ? ആ ബ്ലോക്ക് മെമ്പറായിട്ടില്ലേ? നമ്മുടെ നാട്ടുകാരനല്ലേ? അതേപോലെ ആയിഷ കുഞ്ഞിക്കാരത്തില്ലേ? അവർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജയിച്ചാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മെമ്പർ വളരെ ഉഷാറല്ലായിരുന്നു. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് KT അഷ്റഫ് സംസ്ഥാനത്തെ മികച്ച ജില്ലാ പഞ്ചായത്ത് അംഗത്തിനുള്ള അവാർഡ് ലഭിച്ച ആളാണ്. നൂതനമായ ആശയങ്ങൾ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെയും കോണിയാടത്തിൽ വോട്ട് രേഖപ്പെടുത്തും. 3 ആൾക്കും ഒരു ബൂത്തിൽ വോട്ടിടുമ്പോൾ ഒരേ മാതിരി വരണം. അതാണ് എനിക്ക് പറയുന്നത്. പോരാത്ത എന്തെങ്കിലും വികസനം നിങ്ങൾ MLA-നോട് പറയും. ഞാൻ ഇവരൊക്കെ മേച്ച് നടന്നുള്ള ഒരു കുഴപ്പമില്ല, നിങ്ങൾ നടത്തിയാൽ മതി. ബാക്കി എന്തെങ്കിലും നടന്നിട്ടില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ നമുക്കൊക്കെ കൂട്ടായിട്ട് നിന്നിട്ട് നിങ്ങൾ ചോദിച്ചത് മുഴുവൻ തന്നിട്ടുണ്ട്. അതിനുള്ളൊരു അംഗീകാരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൊടുക്കേണ്ടത്. എനിക്ക് പറഞ്ഞു എല്ലാ വാർഡിലും നിന്നിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട്. ഇവിടെ അസ്ലമിന്റെ പെണ്ണുങ്ങളോട് അസ്ലമൊക്കെ ചെഞ്ഞപ്പങ്ങളെ വെൽഫെയർക്കാർക്കൊക്കെ ഉഷാറായി കൊടുത്തിട്ടുണ്ട്. അതായത് പറയുന്നത് എല്ലാവർക്കും തന്നിട്ടുണ്ട്. അല്ല എല്ലാവർക്കും തന്നിട്ട് ഞാൻ പറഞ്ഞ എല്ലാവർക്കും തന്നിട്ട് എവിടെയാണ് പോരാ? നിങ്ങൾക്ക് എവിടെയാ പോയി പരാതി ആരെങ്കിലും എന്തെങ്കിലും കിട്ടാതെ ചെറിയ സംഗതിയൊക്കെ ഉണ്ടാവും. അതുപോലെ കോഴിക്കോട്ടുകാരെ മാതിരിയാ. കോഴിക്കോട് കല്യാണത്തിനൊക്കെ പോയാൽ കല്യാണമൊക്കെ ഉഷാറായിക്കണം. അപ്പൊ ഇനി എന്തേ കുറ്റം പറയാൻ അവസാനം പൂമ്പായ മണ്ണെറിയാണ്. അത് വാപ്പ പറയണാണ് പ്രസംഗത്തിൽ. അപ്പൊ ഇതാണ് നമ്മളെ എല്ലാ അർത്ഥവും. പിന്നെ ചെറിയ സംഗതി ബാക്കി ഉണ്ടാണോ അപ്പോഴും നിങ്ങൾക്ക് നമ്മളൊരു ആവശ്യം ഉണ്ടാവുള്ളൂ. എല്ലാം കൂടി നിങ്ങൾ സ്വയം പര്യാപ്തമാക്കിയാൽ പിന്നെ നമ്മളെ ആവശ്യം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഐക്യ ജനാധിപത്യത്തിനുള്ള സ്ഥാനാർത്ഥികളെ എല്ലാവരും വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കണം. ഈ നാളെ മുതൽ എല്ലാവരും ഒന്ന് ലൈവ് ആകണം. നമ്മളെ കൊണ്ട് ഒരുപാട് സൗകര്യമുണ്ട്. എനിക്കറിയാം ഒരു കാര്യമുണ്ട്. ഒരുപാട് പബ്ലിക് സർവീസ് കമ്മീഷനിലും അതുപോലെ തന്നെ മറ്റു ഇതിലൊക്കെ നിയമനം ലഭിച്ച് ഏറ്റവും അധികം സഹായിച്ച് പല ആളുകളെയും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുമാണ് നമ്മളിപ്പോൾ നിൽക്കുക.
ഒരു പോസ്റ്റർ ബോർഡൊക്കെ ചോദിച്ചപ്പോൾ നമ്മളെ ആൾക്കാർ ചോദിച്ചപ്പോൾ അത് കൊടുക്കണ്ടേ അപ്പോഴെങ്ങനെ നമ്മളപ്പോൾ ഉണ്ടെന്ന് നമുക്കും തോന്നും നിങ്ങൾ അയച്ചെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വിശ്വാസം ഉണ്ടാവില്ല. ഇതേപോലെ അല്ലെ എന്റെ നിലപാട് ഇതിലൊക്കെ തന്നെ കേട്ടോ. ഇതിന് വാങ്ങൽ കൊടുക്കല അങ്ങോട്ടും കിടക്ക വേണോ? നമുക്കൊരു വില കിട്ടണമെങ്കിൽ നിങ്ങൾ ജയിപ്പിച്ചണ്ടേ? അപ്പോഴല്ലേ നമ്മൾ പറയുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ കേൾക്കുള്ളൂ, അപ്പോഴല്ലേ പൊതുസമൂഹം കേൾക്കുള്ളൂ, അപ്പോഴല്ലേ മന്ത്രിമാർ കേൾക്കുള്ളൂ, പിന്നെ പിന്നീട് ആൾക്കാരുണ്ടെന്ന് തോന്നലുണ്ടാവുള്ളൂ. അല്ല കാര്യത്തിന് മാത്രമേ നമ്മൾ ഉപയോഗിക്കുക. പിന്നെ നമ്മളെ ആൾക്കാരോട് തട്ടരുത്, അതൊരു നല്ല ഏർപ്പാടല്ല. അപ്പൊ എല്ലാവരോടും ഇത് പറയാണ്, ഇന്നോടും അടക്കാൻ അപ്പൊ എന്നെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ലൊരു വിജയം ഉണ്ടാവണം, നല്ലൊരു റിസൾട്ട് ഉണ്ടാവണം. പിന്നെ വോട്ടെണ്ണുമ്പോഴൊക്കെ ശ്രദ്ധിച്ചോടി, പണ്ട് ബാലറ്റ് വീങ്ങുന്ന നാട്ടുകാരെ അവിടെ ഇല്ല. അറിയാമോ? അന്ന് ഞാൻ ഉണ്ടായതൊക്കെ പഞ്ചായത്ത് ഉണ്ട്. അത് കണക്കന്നെ. ഞാനാണ് അതിൻ്റെ എല്ലാ ഊക്കും അന്ന് കാണിച്ചു പോകുന്നത്. അതോടെ നമ്മൾ കഴിച്ചിലായി. അന്നാണ് നമ്മളൊരു നിയമം പഠിച്ചത്. അന്നാണ് കമാൽക്കുട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരിക്കുന്ന സമയത്ത് 2005 2010 അന്ന് ഞാൻ MLA അല്ല, അന്ന് ഞാൻ എറണാകുളം നമ്മുടെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ്. ആ സമയത്താണ് ഇവര് ഏത് വാർഡിലും വോട്ടിടുന്ന കുഞ്ഞിനോ ഇവിടുത്തെ വോട്ടിടുമ്പോൾ ഓരോ കമ്മ്യൂണിസ്റ്റ് ഒന്നായിട്ട് എണ്ണാക്കി കൂടി നോക്കി ഞാൻ ഓരാട് അടിയാണ് പൊട്ടി. അവസാനം അത് നിർത്തി വെച്ചപ്പോഴാണ് നമ്മൾ അന്ന് സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റുമാരൊക്കെ ബന്ധപ്പെട്ടപ്പോഴാണ് ഹരിയാനയിൽ അന്ന് ഇങ്ങനെയാണ് ബൂത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ ഒരു ബാറ്റ് കുറച്ച് ബാറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സുപ്രീം കോടതി വിധി എങ്ങനെ വെച്ചാൽ അവശേഷിക്കുന്ന വോട്ട് എത്രയില്ലേ ആദ്യം എന്നെ ഇപ്പം കണ്ടിട്ട് അയാളെ വിജയമായിട്ട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു. അതിന് നമ്മളും കഴിച്ചിട്ടായി. അല്ല അന്ന് നമ്മളെ അന്ന് കുഞ്ഞാടി സാഹിബ് ഞാൻ വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ ബഷീറെ കമാൽക്കുട്ടിനെ മൂപ്പരനെ വിളിച്ചു ചെറുക്കളെ വന്നില്ല നിങ്ങൾ അതും അതുകൊണ്ടാണ് പറഞ്ഞ പോലെ ശ്രദ്ധിക്കണം. ചാദ്യന്മാരാണ്. എങ്ങനെങ്കിലും അധികാരം കിട്ടും. ആരെങ്കിലും ബാറ്റ് അണ്ണാക്ക് കിട്ടുകാട് ബാറ്റുണ്ടാക്കോ അവസാനം 4 ദിവസം ആസ്വദിച്ച് കറക്കേണ്ടി അത് പോയി കിട്ടട്ടെ. അപ്പൊ ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്ത, അതൊക്കെ ഈ പഞ്ചായത്ത് ചെയ്ത, ഇതൊക്കെ തന്നെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന സ്ഥലത്ത് ഇന്നൊക്കെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പേര് നമുക്ക് ഏവർപ്പിലായി പോയി നല്ലൊരു മനുഷ്യന്മാരുടെ നാട്ടിൽ എന്ത് ചെയ്യാനാ? അപ്പൊ എനിക്കങ്ങളോട് പറയേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. നല്ല ഒരു ഭരണം കാഴ്ചവെക്കണം. 50ാം വാർഷികം നമുക്ക് നോക്കുമ്പോൾ ഒരു സിഗ്നേച്ചർ പദ്ധതി കീപറമ്പിലും കുഴിയിലും അതുപോലെ തൃക്കളയൂരും ഒക്കെ നല്ലൊരു പദ്ധതി ഉണ്ടാവണം. തൃക്കളയൂർ കല്ലിട്ടപാലം റോഡാ 1 കോടി രൂപ MLA ആസിഫിന് കൊടുത്തിട്ട് റബ്ബറൈസ് ചെയ്യാണ്. അവിടെ അതിന് പണി റബ്ബറൈസ് ചെയ്യാണ്. 1.5 കോടി റബ്ബറൈസ് ചെയ്യാണ്. പിന്നെ ബഡ്സ് സ്കൂളിൽ നമ്മൾ പൈസ കൊടുത്തു. ഇങ്ങനെ എല്ലാ MP ഫണ്ട് കൊടുത്തു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഹാരിസ് ഗ്രാൻഡ് ഫണ്ടാട്ടോ MP ഫണ്ട് കൊടുത്തു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ വികസനത്തിന്റെ എല്ലാ പാതയിലും നമ്മൾ പോകണം. ഇനി ബാസ്മതി നന്നായി ഒക്കെ കഴിഞ്ഞ് വന്നാൽ നമുക്ക് മറ്റു മേഖലയിലേക്കും കടക്കണം. ഒന്നുകൂടി പറഞ്ഞ അവസാനം നമ്മുടെ MP പ്രിയങ്ക ഗാന്ധി അവർ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഒരുപാട് നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കും. എന്നോട് എപ്പോഴും പറയും ബഷീർക്ക് നമുക്ക് ഡെവലപ്മെന്റ് ഒക്കെ ഞാനിവിടെ ഒന്ന് നോക്കിയിട്ട് ഒരുപാട് നടന്നിട്ടുണ്ട്. ഇനി സ്ത്രീ ശാക്തീകരണത്തിന് അതായത് നമ്മുടെ പെൺകുട്ടികൾ അവരെ വീട്ടമ്മമാർ ഒക്കെ ഗ്രാജുവേറ്റ് വിദ്യാഭ്യാസമുള്ള +2 കഴിഞ്ഞ് PG കഴിഞ്ഞ് ഒക്കെ പെരയിൽ നിൽക്കുന്നുണ്ട്. അവരെ ഒരു മുൻനിരയിൽ കൊണ്ടുപോകാൻ അവർക്കൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കും. അത് നല്ല കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് നമുക്ക് അവരുമായിട്ട് ചർച്ച ചെയ്യാം. ആശയങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഈ വലിയ വലിയ കമ്പനിയുടെ CSR ഫണ്ടും പഞ്ചായത്തിന് ഉപയോഗപ്പെടുത്തി നമുക്ക് പുതിയ പുതിയ പദ്ധതികൾ ഉണ്ടാക്കാം. അത് നമ്മുടെ MP പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരു മാറ്റമാണ്. വികസനം തോടും പാലം മാത്രമല്ല, മറ്റു നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ ഒരു സ്വയം പര്യാപ്തം ഉണ്ടാകുന്ന രൂപത്തിലേക്കുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ വരുന്നതാണ്. നമ്മുടെ MP-ന്റെ നന്മകൾ കേൾക്കണം. പ്രിയങ്ക ഗാന്ധി ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഹാരിസ് ബാബുവിൻ്റെ പഞ്ചായത്തിൽ ചാലിയാർ പഞ്ചായത്തിൽ ഇടിമണ്ണ സ്കൂളിൽ ഒരു ഷെർലി ടീച്ചറുണ്ട്. ഷെർലി ടീച്ചറുടെ ഒരു മകൾക്ക് കാനഡിയൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫെലോഷിപ്പ് കിട്ടി. ഫെലോഷിപ്പ് കിട്ടിയപ്പോൾ 6 മാസം മുമ്പ് ഫെലോഷിപ്പ് കിട്ടിയ ഒരു കാനഡിയൻ വിസ കൊടുത്തു. ചിലവ് മുഴുവൻ കാനഡിയൻ യൂണിവേഴ്സിറ്റി വഹിക്കും. പക്ഷേ വിസ സ്റ്റാമ്പ് ചെയ്തില്ല, തള്ളിയപ്പോൾ പിന്നെ 6 മാസം കഴിഞ്ഞിട്ടല്ലാതെ 2ാമത്തെ ഓപ്ഷനാണ്. ആ കുട്ടിക്കാണെങ്കിൽ 2 ആഴ്ച കൊണ്ട് പോകുമ്പോൾ ടീച്ചർ നമ്മളെ നല്ല കർഷകമാണ്. ടീച്ചർ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാറ്. പ്രിയങ്കാജിയിട്ട് സംസാരിച്ചു. പ്രിയങ്കാജി വണ്ടൂർ വന്നപ്പോൾ ഞാൻ അവരോട് പോയി കാണാൻ പറഞ്ഞു. അവരെ PS ആ കാര്യം ഏറ്റെടുത്തു. അവരെ ഓഫീസ് ബന്ധപ്പെട്ട് 3ാം ദിവസം കാനഡിയൻ എംബസിയിൽ നിന്ന് അവർക്ക് ആ കുട്ടിക്ക് മെയിൽ വന്നു ഇന്റർവ്യൂവിന്. അന്ന് പോയി അന്ന് തന്നെ വിസ അടിച്ചു കൊടുത്തിട്ട് ആ കുട്ടി എവിടേക്ക് പോയി? കാനഡയിൽ പോയിട്ട് തിരിച്ചു വന്നു. അതാണ് ഒരു MP എന്ന് പറയുന്നത്. അതാണ് ഒരു കരുതൽ എന്ന് പറയുന്നത്. എല്ലാവരും പറയും നാട്ടുകാരാണോ
ഇല്ലത് നല്ല കരുത്തരായ പല കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പോഴത്തെ കാലത്ത് മെയിലായിട്ട് അയച്ചാൽ മതി, അല്ലെങ്കിൽ കണക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ MLA ഉണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് റൂട്ട് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ MP ഇവരൊക്കെ, അപ്പോൾ നമ്മൾ നല്ല ഒരു റിസൾട്ടാണ്. ഒന്ന് വയനാട് ലോക്സഭ മണ്ഡലം, ഒന്ന് ഞാൻ നിങ്ങളുടെ MLA, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു. അപ്പോൾ അതിനുള്ള റിസൾട്ട് കൂടി പഞ്ചായത്തിന്റെ ഭരണം ഐക്യ ജനാധിപത്യത്തിലേക്ക് ലഭിക്കണം. ഐക്യ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ 16 സ്ഥാനാർത്ഥികളെയും 2 സ്ഥാനാർത്ഥികളെയും എല്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും അവരുടെ ചിഹ്നങ്ങളിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.